അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഖുർആനിലെ 89-ാം അധ്യായമായ സൂറത്തുൽ ഫജ്ർ, ആ സൂറത്തിൻ്റെ അർത്ഥവും ആശയവും വ്യാഖ്യാനവുമാണ്. ഇത് മക്കയിലാണ് അവതരിച്ചത്. 30 സൂക്തങ്ങളാണ് ഈ അധ്യായത്തിലുള്ളത്. നമുക്ക് നേരെ സൂറത്തിലേക്ക് പോകാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ. വൽ ഫജ്ർ, പ്രഭാതം തന്നെയാണ് സത്യം. വലയാലിൻ അഷർ, 10 രാത്രികൾ തന്നെയാണ് സത്യം. വശഫ്ഇ വൽ വത്ർ, ഒറ്റയും ഇരട്ടയും ആയ അല്ലെങ്കിൽ ഒറ്റയും ഇരട്ടയുമാണ് സത്യം. വല്ലൈലി ഇദാ യസ്ർ, രാത്രി സത്യം. ഇദാ യസ്ർ, അത് ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ. വൽ ഫജ്രി വലയാലിൻ അഷ്ർ വശഫി വൽ വത്രി വല്ലൈലി ഇദാ യസ്ർ, പ്രഭാതവും 10 രാത്രികളും ഇരട്ടയും ഒറ്റയും രാത്രിയും അത് ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് സത്യം. 5 പ്രതിഭാസങ്ങൾ കൊണ്ട് സത്യം ചെയ്തുകൊണ്ടാണ് ഈ അധ്യായം തുടങ്ങുന്നത്. ഈ പ്രതിഭാസങ്ങളെല്ലാം തന്നെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളും അവൻ നിർമ്മിച്ച വ്യവസ്ഥയുടെ അവിഭാജ്യ ഘടകങ്ങളുമാണ്. അള്ളാഹുവിൻ്റെ അനന്തമായ കഴിവും യുക്തിചാതുര്യവും വ്യക്തമാക്കുന്നവ ആണ് ഓരോന്നും. 10 രാത്രികൾ കൊണ്ടുള്ള ഉദ്ദേശം ദുൽഹജ്ജ് മാസത്തെ ആദ്യത്തെ 10 ദിവസങ്ങളാണെന്ന് പ്രമുഖരായ മുഫസ്സിരീങ്ങൾ വ്യാഖ്യാനം നൽകിയിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു വലിയൊരു വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഇനി എന്താണ് ആ വിഷയം എന്ന് നോക്കാം. ഹൽഫി ദാലിക ഖസമു ലിദി ഹിജ്ർ, ബുദ്ധിയുള്ളവന് അവയിൽ തീർച്ചയായും സത്യത്തിന് വകയുണ്ട്. ഹൽഫി ദാലിക, നിശ്ചയം അതിലുണ്ടോ. ഖസമുൻ, സത്യമുണ്ടോ. ലിദി ഹിജ്ർ, ബുദ്ധിയുള്ളവന്. അപ്പം തീർച്ചയായും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് എന്ന് നസ്യ ചെയ്യുകയാണ് അവിടെ. ബുദ്ധിയുള്ളവന് ഈ പറയപ്പെട്ട കാര്യങ്ങളിൽ സത്യമുണ്ട്. അലം തറ കൈഫ ഫഅല റബ്ബുക ബി ആദ്, താങ്കളുടെ നാഥൻ ആദിനെ കൊണ്ട് എന്താണ് ചെയ്തത് എന്ന് താങ്കൾ അറിഞ്ഞിട്ടില്ലേ. ഇറമ ദാത്തിൽ ഇമാദ്, ഈ ആദ് എന്ന് പറഞ്ഞാൽ ഉയർന്ന കെട്ടിടക്കാരായ ഇറമ ഗോത്രത്തെ എന്താണ് താങ്കളുടെ നാഥൻ ചെയ്തതെന്ന് താങ്കൾ അറിഞ്ഞിട്ടില്ലേ. അല്ലത്തി, എങ്ങനത്തെ ഇറമ ഗോത്രക്കാരാണെന്നറിയോ. ലം യുഖ്ലഖ് മിസ്ലുഹ ഫിൽ ബിലാദ്, അവരെ പോലെയുള്ളവർ ആ നാടുകളിൽ അക്കാലത്ത് സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. അല്ലത്തി ലം യുഖ്ലഖ് മിസ്ലുഹ ഫിൽ ബിലാദ്, ആ നാടുകളിൽ അതുപോലുള്ളവർ ആ കാലത്ത് സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. അത്രയും പവർഫുള്ളായിരുന്നു. സമൂദല്ലദീന, സമൂദ് ഗോത്രക്കാരെയും നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ. സമൂദ് ഗോത്രക്കാരെ കൊണ്ട് അള്ളാഹു എന്താണ് ചെയ്തത് എന്ന് താങ്കൾ അറിഞ്ഞിട്ടില്ലേ. അല്ലദീന, എങ്ങനത്തെ സമൂദ് ഗോത്രം. ജാബു സഹ്റ ബിൽവാദ്, താഴ്വരകളിൽ പാറ പൊട്ടിച്ച് കെട്ടിടം നിർമ്മിച്ചിരുന്ന സമൂദ് ഗോത്രക്കാർ. അവരെ കൊണ്ട് നിങ്ങളുടെ നാഥൻ എന്താണ് ചെയ്തതെന്ന് താങ്കൾ അറിഞ്ഞിട്ടില്ലേ. അപ്പോൾ ഫിർഔന ദിൽ ഔത്താദ്, കുറ്റികളുടെ ആളായ ഫിർഔനെ കൊണ്ടും നിങ്ങളുടെ നാഥൻ എന്താണ് ചെയ്തത് എന്ന്, അല്ലെങ്കിൽ എങ്ങനെയാണ് ചെയ്തതെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ. ആരാണ് കുറ്റികളുടെ ഫിർഔൻ. അല്ലദീന തഗൗ ഫിൽ ബിലാദ്, അതെ, നാടുകളിൽ അതിക്രമം കാണിച്ചിരുന്നവർ.
ഫഅക്സറു ഫീഹൽ ഫസാദ്, അങ്ങനെ അവരവിടെ നാശങ്ങൾ വിതച്ചു, നാശങ്ങൾ വർദ്ധിപ്പിച്ചു. ഫസബ്ബ അലൈഹിം റബ്ബുക, അപ്പോൾ താങ്കളുടെ നാഥൻ അവരുടെ മേലിൽ പതിപ്പിച്ചു സൗത്ത അദാബ്, ശിക്ഷയാവുന്ന കാഞ്ചിയെ. അതായത് സബ്ബ അലൈഹിം റബ്ബുക സൗത്ത അദാബ്, അത് കാരണം താങ്കളുടെ നാഥൻ അവരുടെ മേൽ ശിക്ഷയാവുന്ന കവഞ്ചിയെ പതിപ്പിച്ചു. ഇന്ന റബ്ബക, നിശ്ചയമായും താങ്കളുടെ രക്ഷിതാവ്, ലബിൽ മിർസാദ്, പതിസ്ഥലത്ത് വീക്ഷിച്ചിരിക്കുന്നവനാണ്. തീർച്ചയായും താങ്കളുടെ നാഥൻ പതിസ്ഥലത്താണ്, എല്ലാം വീക്ഷിച്ചിരിക്കുന്നവനാണ്. ഫഅമ്മൽ ഇൻസാനു, എന്നാൽ മനുഷ്യൻ, ഇദാ മബ്തലാഹു റബ്ബുഹു, അവൻ്റെ റബ്ബ് അവനെ പരീക്ഷിച്ചാൽ, ഫഅക്രമഹു വനഅമഹു, അവനെ ബഹുമാനിക്കുകയും സുഖം നൽകുകയും ചെയ്താൽ, ഫയഖൂലു റബ്ബി അക്രമൻ, അവൻ പറയും എൻ്റെ നാഥൻ എന്നെ ആദരിച്ചിരിക്കുന്നു എന്ന്. എന്നാൽ മനുഷ്യൻ തൻ്റെ നാഥൻ അവനെ പരീക്ഷിക്കുകയും അങ്ങനെ ആദരിക്കുകയും സുഖം നൽകുകയും ചെയ്താൽ എൻ്റെ നാഥൻ എന്നെ ആദരിച്ചിരിക്കുന്നു എന്നവൻ പറയും. അപ്പോൾ അമ്മ ഇതാ മബുത്തലാഹു, ഇനി അവനെ പരീക്ഷിക്കുകയാണ്. ഫഖദറ അലൈഹി റിസ്ഖഹു, അങ്ങനെ അവൻ്റെ ആഹാരം അവൻ്റെ മേലിൽ കുടുസാക്കി. ഫയഖൂൽ റബ്ബി അഹാനൻ, അപ്പോൾ അവൻ പറയും എൻ്റെ റബ്ബ് എന്നെ നിന്ദിച്ചിരിക്കുന്നു എന്ന്. അമ്മ ഇതാ മബ്തലാഹു ഫഖദറ അലൈഹി റിസ്ഖഹു ഫയഖൂൽ റബ്ബി അഹാനൻ, ഇനി അവൻ, അതായത് അള്ളാഹു മനുഷ്യനെ പരീക്ഷിക്കുകയും അങ്ങനെ ആഹാരം അവൻ്റെ മേൽ കുടുസാക്കുകയും ചെയ്താൽ എൻ്റെ നാഥൻ എന്നെ നിന്ദിച്ചിരിക്കുന്നു എന്നാണ് അവൻ പറയുക. കല്ലാ ബല്ലാ തുക്രിമൂനൽ യതീം, അങ്ങനെയല്ല, പക്ഷേ നിങ്ങൾ അനാഥരെ ആദരിക്കുന്നില്ല. വലാ തഹാവൂന അലാ തുആമിൽ മിസ്കീൻ, പാവങ്ങളുടെ ഭക്ഷണ കാര്യത്തിൽ പരസ്പരം പ്രോത്സാഹനം നൽകുന്നുമില്ല. കല്ലാ ബല്ലാ തുക്രിമൂനൽ യതീം ഫലാ തഹാവൂന അലാ തുആമിൽ മിസ്കീൻ, കാര്യം അങ്ങനെയല്ല, പക്ഷേ നിങ്ങൾ അനാഥരെ ആദരിക്കുകയും അഗതികളുടെ ഭക്ഷണ കാര്യത്തിൽ പരസ്പരം പ്രോത്സാഹനം നൽകുകയും ചെയ്യുന്നില്ല. വതഅക്കുലൂന, നിങ്ങൾ ഭക്ഷിക്കുന്നു, അത്തുറാസ, അനന്തരാവകാശ സ്വത്തുക്കൾ, അക്കിലൻ ജമ്മ, അക്കിലൻ ലമ്മ, വതുഹിബ്ബൂനൽ മാല ഹുബ്ബൻ ജമ്മ, അതായത് നിങ്ങൾ അനന്തരാവകാശ സ്വത്തുക്കൾ ഒന്നൊന്നായി ഒരുമിച്ച് കൂട്ടി തിന്നുന്നു. വതുഹിബ്ബൂനൽ മാല ഹുബ്ബൻ ജമ്മ, ധനത്തെ നിങ്ങൾ അമിതമായി സ്നേഹിക്കുകയും ചെയ്യുന്നു. ചിലപ്പോൾ സ്വത്തും സുഖവും നൽകിയും മറ്റ് ചിലപ്പോൾ ദാരിദ്ര്യവും കഷ്ടപ്പാടും നൽകിയും അള്ളാഹു മനുഷ്യനെ പരീക്ഷിക്കും. രണ്ടും പരീക്ഷണമാണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രതികരിക്കാനും പ്രവർത്തിക്കാനും അവൻ തയ്യാറാവില്ല. സ്വത്തും സുഖവും ലഭിച്ചാൽ അള്ളാഹു എന്നെ ആദരിച്ചിരിക്കുന്നു എന്ന് പറയും, മറിച്ചാണെങ്കിൽ അള്ളാഹു എന്നെ നിന്ദിച്ചു എന്നും പറയും. ഏത് പരിസ്ഥിതിയിലും അതിരുകടന്ന ധനസ്നേഹമാണ് അവരെ നയിക്കുന്നത്. അനാഥരോടും അഗതികളോടും സമൂഹത്തോടുമുള്ള ബാധ്യതകൾ അവർ മറന്നു കളയുകയും ചെയ്യുന്നു. ഈ നിലപാട് വമ്പിച്ച നാശത്തിന് വഴിവെക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കല്ലാ ഇലാ ദുഃഖത്തിലർന്നു ദക്കൻ ദക്ക, അങ്ങനെ വേണ്ട, ഭൂമി പൊടി പൊടിയാക്കപ്പെടുകയും വജാഅ റബ്ബുക വൽ മലക്കു, താങ്കളുടെ രക്ഷിതാവും മലക്കുകളും വരികയും സ്വഫൻ സ്വഫ, അണിയണിയായിട്ട് വരികയും വജീഅ യൗമൈദിൻ ബി ജഹന്നം, അന്ന് നരകം കൊണ്ടുവരപ്പെടുകയും യൗമൈദിൻ യതദക്കറുൽ ഇൻസാനു, മനുഷ്യൻ അന്നത്തെ ദിവസം
തൻ്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളെക്കുറിച്ച് ഓർക്കുകയും ചെയ്യും. വ അന്നാ ലഹു ദിക്റ, ആ ഓർമ്മ അവന് എങ്ങനെ പ്രയോജനപ്പെടാനാണ്. കല്ലായിതാ ദുഃഖത്തിൽ അർളു ദക്കൻ ദക്ക വജാ റബ്ബുക വൽ മലക്കു സ്വഫൻ സ്വഫ വജീഅ യൗമൈദിൻ ബിജഹന്നം യൗമൈദിൻ യതദക്കറുൽ ഇൻസാനു വ അന്നാ ലഹു ദിക്റ. അങ്ങനെ വേണ്ട, ഭൂമി പൊടിപൊടിയാക്കപ്പെടുകയും താങ്കളുടെ നാഥനും അണിയണിയായി മലക്കുകളും വരികയും അന്ന് നരകം കൊണ്ടുവരപ്പെടുകയും ചെയ്താൽ അന്നത്തെ ദിവസം തൻ്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളെക്കുറിച്ച് മനുഷ്യൻ ഓർക്കും. ആ ഓർമ്മ അവന് എങ്ങനെ പ്രയോജനപ്പെടാനാണ്. യഖൂലി അലൈതനി ഖദ്ദംതു ലി ഹയാത്തി, അവൻ പറയും, ഈ ജീവിതത്തിന് വേണ്ടി ഞാൻ മുൻകൂട്ടി എന്തെങ്കിലും ചെയ്തു വച്ചിരുന്നെങ്കിൽ നന്നായിരുന്നുവെന്ന്. യഖൂലു യാ ലൈതനി ഖദ്ദംതു ലി ഹയാത്തി, അയ്യോ, എൻ്റെ ഈ ജീവിതത്തിന് വേണ്ടി മുൻകൂട്ടി ഞാൻ എന്തെങ്കിലും ചെയ്തു വച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് അവൻ പറയും. ഫയൗമൈദിൻ ലാ യുഅസിബു അദാബഹു അഹദ്, അന്ന് അവൻ്റെ അള്ളാഹുവിൻ്റെ ശിക്ഷ പോലെ ആരും ശിക്ഷിക്കുകയില്ല. വലാ യൂസികു വസാഖഹു അഹദ്, അള്ളാഹുവിൻ്റെ പിടിച്ചുകെട്ടൽ പോലെ ആരും പിടിച്ചു കെട്ടുകയോ ഇല്ല തന്നെ. ഫയൗമൈദിൻ ലാ യുഅസിബു അദാബഹു അഹദ് വലാ യൂസികു വസാഖഹു അഹദ്, അന്ന് അവൻ്റെ, അതായത് അള്ളാഹുവിൻ്റെ ശിക്ഷ പോലെ ആരും ശിക്ഷിക്കുകയോ അവൻ്റെ പിടിച്ചുകെട്ടൽ പോലെ ആരും പിടിച്ചു കെട്ടുകയോ ഇല്ല തന്നെ. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മയിന്ന, സജ്ജനങ്ങളോട് പറയപ്പെടും, അല്ലയോ സമാധാനമടഞ്ഞ ആത്മാവേ, ഇർജിഇ ഇലാ റബ്ബിക്ക്, നിന്റെ നാഥങ്കിലേക്ക് നീ മടങ്ങിക്കൊള്ളുക. റാദിയത്തൻ, സ്വയം തൃപ്തിപ്പെട്ടുകൊണ്ടും, മർദിയത്തൻ, അള്ളാഹുവിൻ്റെ തൃപ്തി നേടിക്കൊണ്ടും. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മയിന്ന ഇർജിഇ ഇലാ റബ്ബിക്ക് റാദിയത്തൻ മർദിയ, സജ്ജനങ്ങളോടൊന്ന് പറയപ്പെടും, അല്ലയോ സമാധാനമടഞ്ഞ ആത്മാവേ, സ്വയം തൃപ്തിപ്പെട്ടുകൊണ്ടും അള്ളാഹുവിൻ്റെ തൃപ്തി നേടിക്കൊണ്ടും നിന്റെ നാഥങ്കിലേക്ക് നീ മടങ്ങിക്കൊള്ളുക. ഫദ്ഖുലി ഫീ ഇബാദി, എന്നിട്ട് എൻ്റെ അടിമകളിൽ നീ പ്രവേശിച്ചു കൊള്ളുക. വദ്ഖുലി ജന്നത്തി, എൻ്റെ സ്വർഗത്തിലും നീ പ്രവേശിച്ചു കൊള്ളുക. ഇത്രയും കാര്യങ്ങളാണ് ഈ സൂറത്ത് നമുക്ക് നൽകുന്ന അർത്ഥവും ആശയവും. അള്ളാഹു ദുനിയാവിൽ വെച്ചുകൊണ്ട് പരലോകത്തിന് വേണ്ടി സമ്പാദ്യമുണ്ടാക്കുന്ന, അവിടെ ചെല്ലുമ്പോൾ വിരല് കടിച്ചു പോകാത്ത, റാദിയത്തിൻ മർദിയാത്തായ, മുത്തുമയിന്നായ ആത്മാവായി നമ്മെ മാറ്റി തെരുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിന്നെ എല്ലാവരോടും മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഉസ്താദുമാരായാലും വിദേശത്തുള്ളവരായാലും അതുപോലെ നാട്ടിൽ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർ വല്ലവരുമുണ്ടെങ്കിൽ നമ്മുടെ പുതിയൊരു പ്രൊജക്റ്റ് ഉണ്ട്. സാൽപാക്ക് ട്രേഡ് ലിങ്ക് എന്ന പേരിൽ ഓർഗാനിക് ചായപ്പൊടി വിൽപ്പന, അതിൻ്റെ മാർക്കറ്റിംഗ് ആണ് ഞങ്ങൾ ടീം വർക്കായി ചെയ്യുന്നത്. 1000 രൂപ വീതം മിനിമം മുതൽ മുടക്കുന്നവർക്ക് അതിൽ പങ്കാളികളാകാം. അതിനൊരുപാട് ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പദ്ധതിയാണ്. മാസം എന്തായാലും ഒരു സുരക്ഷിതമായ ഒരു വരുമാനം ഉറപ്പുവരുത്താൻ കഴിയുന്നതാണ്. എല്ലാവർക്കും സഹകരിക്കാം. തികച്ചും ഹലാലായ രീതിയിൽ തന്നെ മതവിശ്വാസവും ബിസിനസ്സിൻ്റെ സത്യസന്ധതയും ഉൾക്കൊണ്ടുകൊണ്ട് നടത്തുന്ന സംരംഭമാണ്. ആരുടെയും മുടക്ക് മുതലോ മറ്റൊന്നും അന്യായമായിട്ട് നഷ്ടപ്പെട്ടു പോവില്ല എന്ന് മാത്രമല്ല, എല്ലാത്തിനും ഉത്തരവാദിത്വവും ഗ്യാരണ്ടി ഉള്ളതോടൊപ്പം തന്നെ എല്ലാവർക്കും ശുദ്ധമായ ചായ കുടിക്കാനും അവസരം കിട്ടും. കാരണം നമുക്കറിയാം, ചായപ്പൊടി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലാഭകരമായിട്ടുള്ളൊരു ബിസിനസ്സാണ്. എല്ലാവരും പലരും ഏറ്റെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓർഗാനിക് ചായപ്പൊടി എന്ന് പറയുമ്പോൾ കെമിക്കലും മായമൊന്നും ചേരാത്ത ഒരു ചായപ്പൊടിയുമായിട്ട് ബന്ധപ്പെട്ട സംരംഭമാണ്. സ്ക്രീനിലെ നമ്പറിൽ ബന്ധപ്പെട്ട് എല്ലാവർക്കും അതുമായി കോർഡിനേറ്റ് ചെയ്യാവുന്നതാണ്.